या सृष्टि सृष्टुरद्या वहदि विधिहुदम या हविरि या च होत्री यदे कालसुदित्त विषयगुणाया स्थिता व्याप्यो विश्वं यामाहु सर्वबीज प्रकृतिया प्राणिनं प्राणवन्तं प्रत्यक्षाभिप्रपन्नस्तनुभिरबद्धो वस्ताभिनष्टाभिरीश अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै ശ്രീഗുരവേ നമഃ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. ദൈവമേ, കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവി വൺതോണി നിൻ പദം. കണ്ണങ്കോട് 859 നമ്പർ ശാഖയുടെ ഏകദിന ഗുരുദേവ ദർശന പഠന ക്ലാസ്സിന് ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ശാഖാ പ്രസിഡന്റ് ശ്രീ എ കിഷോർ, ശാഖാ സെക്രട്ടറി ശ്രീ ബി ശശിധരൻ, മറ്റ് ഭാരവാഹികൾ, സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങൾ, ദർശന പഠനത്തിലൂടെ മാത്രമേ ഗുരുദേവനെ ലോകത്തിന് അറിയിച്ചു കൊടുക്കാൻ കഴിയൂ. എന്തുകൊണ്ടെന്നറിയില്ല, ഗുരുദേവനെ സംബന്ധിക്കുന്ന ആഴമായ അറിവ് സമുദായ അംഗങ്ങളിൽ പലർക്കും ഇല്ല. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഒരു ഭക്തിയുടെ നിറവിലേക്ക് മാറിപ്പോയിട്ടുള്ളത് കൊണ്ടായിരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിയാണോ എന്നറിയില്ല. ഭക്തി ആവശ്യമാണ്, ഗുരുദേവനിലേക്കുള്ള ലയം ആവശ്യമാണ്. അതിലേറെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്, ഗുരുദേവനെ എത്തിക്കാൻ കഴിയുന്നത് ഗുരുദേവ ദർശനങ്ങളുടെ ഗരിമയിലൂടെ ആണ്. ഗിരിനിരകളുടെ ഗരിമയും അലയാഴിയുടെ ആഴവും മഹാവിഹായസിൻ്റെ വിശാലതയുമുള്ള ഒരു പ്രായോഗിക ദർശനത്തിൻ്റെ വക്താവ് മാത്രമല്ല, പ്രയോക്താവാണ് ഗുരുദേവൻ. അതുകൊണ്ട് ആ സവിശേഷത ലോകമെല്ലാം അംഗീകരിക്കുകയാണ്. ഇവിടെ ദർശന പഠനമാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുരുദേവ ദർശനം സ്വാധീനിക്കാത്ത ഒരു മലയാളിയും ഇല്ല. വെദർ ഹീസ് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ, പാഴ്സി, മജൂസി, ഹൂവെയർ എൽസ്, ആരായാലും ശരി, മലയാളക്കരയിൽ ജനിച്ചിട്ടുണ്ടോ, ഒന്നുകിൽ പ്രത്യക്ഷമായി ഗുരുദർശനം സ്വാധീനിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പരോക്ഷമായി ഗുരുദർശനം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ ഇല്ല എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ, ഞാൻ ഉദാഹരണമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അമേരിക്ക, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക 52 സംസ്ഥാനങ്ങളുടെ സംഘടിതമായ ഒരു രൂപമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നു ചേർന്നവർ ഒന്നിച്ചു ചേർന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയിൽ അതുകൊണ്ട് 19-ാം നൂറ്റാണ്ട് വരെ കാവ്യങ്ങൾ പിറന്നിരുന്നില്ല, കവിതകൾ ഇല്ല. 19-ാം നൂറ്റാണ്ടിലാണ് ആദ്യമായി അമേരിക്കയിൽ ഒരു കവി ഉണ്ടാകുന്നത്, എസ്രാ പൗണ്ട് എന്ന് പറയുന്ന കവി. പിൽക്കാലത്ത് അമേരിക്കയിൽ ആരെല്ലാം കവിത എഴുതിയോ ആ കവികളെയെല്ലാം എസ്രാ പൗണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ സ്വാധീനിച്ചിട്ടില്ല എങ്കിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരു അഭിപ്രായം പറഞ്ഞു. ഏണസ്റ്റ് ഹെമിംഗ്വേ ലോകപ്രശസ്തനാണ്, നൊബേൽ സമ്മാന ജേതാവാണ്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ പുസ്തകം ഓൾഡ് മാൻ ആൻഡ് സീ എന്ന ഗ്രന്ഥമാണ്. ആ പുസ്തകത്തിൻ്റെ രചയിതാവായ ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന നടത്തിയത്. എസ്രാ പൗണ്ടിൻ്റെ സ്വാധീനമില്ലാത്ത ഒരു കവിയും അമേരിക്കയിൽ ഇല്ല. അഥവാ ഉണ്ട് എന്ന് അവകാശപ്പെട്ടാൽ ഏണസ്റ്റ് ഹെമിംഗ്വേ അതിനൊരു ഉദാഹരണം പറഞ്ഞത്, -ഡിഗ്രി മഞ്ഞിൽ നിൽക്കുന്ന ഒരാൾക്ക് തണുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ആണ്. -ഡിഗ്രി തണുപ്പാണ്. ഐസ് ഷീറ്റിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരാൾ പറയുക
എനിക്ക് തണുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വാസ്തവവിരുദ്ധമാണ്. അതുപോലെയാണ് എസ്രാ പൗണ്ട് എന്ന കവി സ്വാധീനിച്ചിട്ടില്ല എന്നൊരു അമേരിക്കൻ കവി അവകാശപ്പെട്ടാൽ ഈ പറഞ്ഞതുപോലെയാണ്. -ഡിഗ്രി നിൽക്കുന്നവന് തണുക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ ഉദാഹരണം ഞാൻ കടമയെടുത്തിട്ട് പറയട്ടെ. ഗുരുദർശനം സ്വാധീനിച്ചിട്ടില്ല എന്നൊരു മലയാളി പറഞ്ഞാൽ അവനെ -ഡിഗ്രിയിൽ നിൽക്കുന്നവന് തണുക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ കള്ളമാണ്. കാരണം ഒരു നൂറ്റാണ്ടിനപ്പുറത്തെ കേരളം ഇതായിരുന്നില്ല. നമ്മൾ പ്രഭാഷണങ്ങളിലും ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ യഥാതഥമായ രൂപമറിയണമെങ്കിൽ റോളണ്ട് സാഹിബിൻ്റെ പുസ്തകം വായിക്കണം. തിരുവിതാംകൂർ മാനുവൽ, മലബാർ മാനുവൽ വായിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ ശരിയായ രൂപം അദ്ദേഹം വരച്ചിട്ടിട്ടുണ്ട്. അന്നത്തെ കേരളം, അന്ന് കേരളമില്ല, തിരുവിതാംകൂർ, കൊച്ചി, മലബാറാണ്. മലയാള ഭാഷ സംസാരിക്കുന്ന ഈ നാടിലുണ്ടായിരുന്ന സാംസ്കാരികമായ ചുതികൾ മാത്രം, ചുതിയല്ല, ജീർണത, സാംസ്കാരിക ജീർണത സായിപ്പ് നന്നായി വരച്ചിട്ടിട്ടുണ്ട്. ഉടുക്കാനും നടക്കാനും പഠിക്കാനും പറയാനും സ്വാതന്ത്ര്യമില്ലാതിരുന്നു ഈ നാട്ടിൽ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അവർണരായ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭീകരത അറിയണമെങ്കിൽ തിരുവനന്തപുരത്തെ മ്യൂസിയം വരെ പോകണം. നമ്മൾ കേട്ടതല്ല, അതിനപ്പുറത്ത് എത്രയോ ഭീകരമായിരുന്നു ഇവിടുത്തെ സാംസ്കാരിക നിര്യാസം. ആ മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല ശില്പങ്ങളും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ കാണാം കാനായി കുഞ്ഞിരാമൻ സാറ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന റോളണ്ട് സാഹിബിൻ്റെ പുസ്തകം വായിച്ചിട്ട് അദ്ദേഹം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ചില ശില്പങ്ങളുണ്ട്. അന്നത്തെ കാലത്തിൻ്റെ പരിച്ഛേദം ലോകത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ട്. അതിലങ്ങോട്ട് കയറുന്നിടത്ത് ആദ്യം കാണുന്നത് നമ്പൂതിരി യുവാവ്, നമ്പൂതിരി യുവതി, ആ വേഷങ്ങൾ കാണാം. അടുത്തത് നായർ യുവാവ്, നായർ യുവതി, ക്രിസ്ത്യൻ യുവാവ്, ക്രിസ്ത്യൻ യുവതി, മുസ്ലിം യുവാവ്, മുസ്ലിം യുവതി. ഇതെല്ലാം ശില്പങ്ങളായി തിരുവിതാംകൂർ, കൊച്ചി, മലബാറിൽ ഉണ്ടായിരുന്ന ആ രൂപങ്ങൾ യഥാതഥമായി സായിപ്പിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞും ചരിത്രം പഠിച്ചും കാനായി സാർ പണിഞ്ഞ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കാണാം തീയ യുവതി, തീയ യുവാവ്. തീയരെന്ന് പറഞ്ഞാൽ ഈഴവർ തന്നെയാണ്. ചരിത്രപരമായ തർക്കം അതിൻ്റെ പിന്നിലുണ്ട്. ആ തർക്കമെല്ലാം ഞാൻ നന്നായി വാദിച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. ഈ തീയരും ഈഴവരും ഒന്ന് തന്നെയാണ്, അല്ല എന്നാര് പറഞ്ഞാലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. തച്ചോളി ഒതേനൻ, ഉണ്ണിയാർച്ച ഇവരൊക്കെ ഈഴവ സമുദായത്തിലെ അംഗങ്ങളായിരുന്നു. അതാണ് അത് പാണര് പാടിയ പാട്ടിനകത്ത് പറയുന്നുണ്ട്. ഉണ്ണിയാർച്ച വന്നിട്ട് നാദാപുരത്തങ്ങാടിയിലെ ക്രൂരന്മാരെയെല്ലാം തോൽപ്പിച്ചതിന് ശേഷം കുഞ്ഞിരാമനും ഉണ്ണിയാർച്ചയും കൂടെ ആൽത്തറയിലിരിക്കുകയാണ്. പിന്നെ ആ ഭാഗത്തെങ്ങും ഈ ജോനകന്മാർക്ക് ചെല്ലാൻ പറ്റത്തില്ല, ആ രീതിയിലാക്കി കളഞ്ഞു. ഇപ്പം ഇവരെ ആൽത്തറയിൽ നിന്ന് ഇറക്കാൻ പരിശ്രമിക്കുന്ന രംഗമുണ്ട്. മൂപ്പനോട് പറഞ്ഞിട്ട് കേട്ടില്ല. അവസാനം നഗരച്ചെട്ടിയാരോട് ചെന്ന് ഇവർ കംപ്ലൈൻറ്റ് പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, ഈഴോനും ഈഴോത്തിയും ആൽത്തറയിലിരിപ്പു, ഞങ്ങൾ പറഞ്ഞിട്ടിറങ്ങുന്നില്ല. അപ്പം മനസ്സിലായില്ലേ, ഉണ്ണിയാർച്ചയും ഒതേനനും അവരെല്ലാം ഈഴവ സമുദായത്തിൻ്റെ അംഗങ്ങളായിരുന്നു. അവർ തന്നെയാണ് തീയരെന്ന് വടക്കൻ കേരളത്തിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ ശില്പം വെച്ചിരിക്കുന്ന തീയ യുവതി, തീയ യുവാവ്, ആ ശില്പം ഒരിക്കൽ നോക്കിയാൽ, പ്രത്യേകിച്ചും ഈ സമുദായത്തിൽ ജനിച്ച ഒരു പെണ്ണ് ഈ ശില്പം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഗുരുദേവനെ വിട്ടു പോകാൻ സാധ്യമല്ല. സാഷ്ടാംഗം പ്രണമിച്ചു പോകും. നമ്മൾ വിചാരിക്കുന്ന പോലെ മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലെന്നല്ല. അന്നത്തെ വേഷം ആ ശില്പത്തിൽ കാണാം. മുട്ടിനും പുക്കിളിനും ഇടയിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു ചുട്ടിത്തോർത്ത് മാത്രമായിരുന്നു ഈ സഹോദരിമാരുടെ വേഷം അന്നുണ്ടായിരുന്നത്. ഒരു തോർത്തേ ഉടുക്കാൻ പറ്റൂ, അത് കൂടുതൽ ഇറക്കമുള്ള തോർത്ത് ഉടുക്കാൻ പറ്റില്ല. മുട്ടിനും പുക്കിളിനും ഇടയ്ക്ക് മാത്രം മറയുന്ന ഒരു ചുട്ടിത്തോർത്തും കുറച്ച് കല്ലുമാലയും മാത്രമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്കിഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാം, പട്ടുവസ്ത്രം ധരിക്കാം, ചുരിദാർ ധരിക്കാം, ജീൻസ് ധരിക്കാം, പാൻസ് ധരിക്കാം, ഏത് വേഷവും ധരിക്കാം, ഏത് വാഹനത്തിലും കയറാം.
എവിടെയും സഞ്ചരിക്കാം, ഏത് ജോലിയും നോക്കാം. ഈ സാഹചര്യം ഉണ്ടാക്കി തന്ന് കേരളത്തിനെ മാറ്റിമറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? നിങ്ങളുടെ വായിന്ന് കേൾക്കട്ടെ, ആരാണ്? ശ്രീനാരായണ ഗുരുദേവൻ. സംശയമുണ്ടോ? ഇങ്ങനൊരു ഗുരുദേവനില്ലായിരുന്നെങ്കിൽ ഒരു വനിതാ മെമ്പർ ഉണ്ടാകുമായിരുന്നോ? ഉണ്ടാകുമായിരുന്നോ? ഇല്ല. ഇപ്പം എന്താ, മന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ബിന്ദു കൃഷ്ണ ഈ സമുദായത്തിൻ്റെ അംഗമാണ്. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ ക്ലാസ് കേട്ട് പഠിച്ചവളാണ് ബിന്ദു കൃഷ്ണ. അവൾ അന്നേ പറയുമായിരുന്നു എനിക്ക് മന്ത്രിയാകണമെന്ന്. ഇപ്പം മന്ത്രിയെ നാളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാണ്. ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. എങ്ങനെയായിരുന്നില്ലെങ്കിൽ, ഗുരുദേവൻ വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ല, പഠിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഉടുക്കാൻ സ്വാതന്ത്ര്യമില്ല, പറയാൻ സ്വാതന്ത്ര്യമില്ല. ആ സാഹചര്യത്തിൽ ഈ അവസ്ഥയിലേക്ക് മാറ്റിത്തന്ന ഗുരുവിനോട് നന്ദി കാണിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ മനുഷ്യരാണോ? നിങ്ങൾ വന്നവരോട് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, വരാത്തവരോട് പോയി നിങ്ങൾ പറയണം. മേലാൽ ശാഖയുടെയോ യോഗത്തിൻ്റെയോ യൂണിയൻ്റെയോ പരിപാടി സംഘടിപ്പിച്ചാൽ അതിൽ വരാത്തവരെല്ലാം നന്ദി കെട്ടവരാണെന്ന് ഞാൻ പ്രസംഗിച്ചെന്ന് പറയണം. എന്താ കാര്യം? ഈ സാഹചര്യം ഉണ്ടാക്കുന്നത് ഗുരുവിനോട് നന്ദിയില്ലെങ്കിൽ നമ്മളെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പഴയ കാലത്ത് സദ്യ വിളമ്പുമ്പം ആദ്യം ഇല വയ്ക്കും. ഇലയിൽ ആദ്യം എന്ത് വിളമ്പും? സദ്യക്കിലയിൽ ആദ്യം എന്ത് വിളമ്പും? ബുഫേ തെണ്ടിപ്പിരിച്ച് തിന്ന് ശീലിച്ചതുകൊണ്ട് ഇതൊക്കെ മറന്നുപോയി കാണും അല്ലേ? ഇല വെച്ചാൽ ആദ്യം വിളമ്പുന്നത് എന്താ? ആദ്യം എന്താ വിളമ്പുന്നേ? അവിയലോ? പച്ചടിയോ? നോ. പഴയ കാലത്തെ സദ്യ ആൾ മറന്നുപോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാൻ ഈ ചോദിച്ചതിൻ്റെ ഉത്തരം കിട്ടിയത്. ചെല്ലു പറഞ്ഞ അവിയലാന്ന്, ചെല്ലു പറഞ്ഞ പച്ചടിയാന്ന്. അല്ല, ഇല വെച്ചാൽ ആദ്യം വിളമ്പുന്നത് ഉപ്പാണ്. മറന്നുപോയോ? ഇപ്പോഴാ ഓർമ്മ വന്നാ അത് ശരിയാണെന്നല്ലോ എന്ന് പലരും പറയുന്നു. കണ്ടോ, ആദ്യം വിളമ്പുന്നത് ഉപ്പാണ്. എന്തിനാ ഉപ്പ് വിളമ്പുന്നത്? കറിക്ക് ഉപ്പ് പോരെങ്കിൽ എടുത്തിട്ട് ചേർക്കാനല്ല, പിന്നെയോ നന്ദി വേണമെന്ന് കാണിക്കാന്. ഈ ആഹാരം തന്ന ദൈവത്തിനോടും ഈ ആഹാരം ഉണ്ടാക്കി തന്ന വിളമ്പിത്തന്ന ആളുകളോടും നന്ദി വേണമെന്ന് കാണിക്കാനാണ് ആദ്യം ഉപ്പിട്ട് വരുന്നത്. മറന്നുപോയി, അതെല്ലാം മറന്നുപോയി. സദ്യയും മറന്നു, പഴമ മറന്നു, നന്മകൾ മറന്നു. ഇപ്പം സദ്യയുമില്ല, പരിപാടിയുമില്ല, ഇലയും വെക്കത്തില്ല. അഥവാ വെച്ചാൽ പ്ലാസ്റ്റിക് ഇലയായിരിക്കും. ഇനി പ്ലാസ്റ്റിക് കൊല എന്നിറങ്ങുമെന്ന് നോക്കിയിരിക്കുക ഞാൻ. നമ്മുടെ പഴമകളെല്ലാം മറന്നുപോയി. നമ്മുടെ തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ വിമൻസ് കോളേജാണ് നിറമൺകര NSS വിമൻസ് കോളേജ്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയത്തിലാണ് നിറമൺകര NSS വിമൻസ് കോളേജിൻ്റെ യൂണിയൻ ഇനാഗുറേഷൻ പോയി. എനിക്ക് ലിറ്റററി അസോസിയേഷനാണ് ഉദ്ഘാടനം. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ MAയും BAയും PhDക്കും ഒക്കെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ, ചെറുപ്പക്കാരികൾ, ന്യൂജൻ വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന വേദിയാണ്. ചുമ്മാ ഒരു സാമ്പിളിന് അവർക്ക് പ്രകൃതിയെക്കുറിച്ച് അറിയുമോ, പഴമ അറിയുമോ എന്നറിയാൻ വേണ്ടി ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു, കാളാമുണ്ടം എവിടെ കാണാമെന്ന്. കാളാമുണ്ടം എവിടെ കാണാം? 12,000-ഓളം വിദ്യാർത്ഥിനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുക, ഈ കാളാമുണ്ടം എവിടെ ആയിരിക്കുന്നത്. ചിലർ ബാഗ് തുറന്ന് തപ്പി നോക്കുക, അതിലിരിപ്പുണ്ടോ. ഒരൊറ്റ പെൺകുട്ടികളും പറഞ്ഞില്ല കാളാമുണ്ടം എവിടെ കാണാമെന്ന്. അവസാനം മുന്നിലിരുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ്. ഞാൻ വിചാരിച്ചു ഓഹോ ഉത്തരം കിട്ടിയത് തന്നെ. അവൾ എഴുന്നേറ്റ് പറയാം കാളയുടെ മുതുകത്ത് കാണാമെന്ന്. ഞാൻ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പം വഴിയിൽ എവിടെയെങ്കിലും പെട്ടിക്കടയുണ്ട്, വാഴക്കൊല തൂക്കിയിട്ടുണ്ടെങ്കിൽ ആ കടക്കാരനോട് ചോദിക്കണം കാളാമുണ്ടോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ അയാൾ നമ്മുടെ പഴമയുടെ നന്മകൾ ഒരുപാട് മറന്നുപോയി മനുഷ്യർ. ഒരുപാട് അതിലൊത്തിരി നന്മകളുണ്ട്. അത് പറയാൻ തുടങ്ങിയാൽ ഗുരുദർശനത്തിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അതാണ് ഉപ്പ് വിളമ്പുന്നത് എന്തിനാ? നന്ദി ഉണ്ടാകാൻ വേണ്ടിയാ. നന്ദി വേണം. ഒരു നന്ദിയുടെ സൂചകമായിട്ടാണ് ഞാൻ ഈ ലോകം മുഴുവൻ ഗുരുദേവ ദർശനം പ്രസംഗിച്ചടക്കുന്ന ഒരു നന്ദി സൂചകമാണ്. എൻ്റെ കഥ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സമയമുണ്ട് പിന്നെ പറയാം. 16 വയസ്സ് മുതൽ ഞാൻ ഗുരുവിനെ പറ്റി പഠിക്കാൻ തുടങ്ങിയതാണ്. അത് പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചതല്ല, ഗുരു ആരെന്നറിയാനുള്ള ആഴത്തിലുള്ള പഠനമായിരുന്നു. ഗുരുവിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ വാർത്ത എവിടെങ്കിലും കിട്ടിയാൽ, ഇന്ന സ്ഥലത്ത് ഗുരു സന്ദർശിച്ചിട്ടുണ്ട്, ഇന്നടത്ത് ഈ പ്രതിഷ്ഠ നടത്തി എല്ലാ ക്ഷേത്രത്തിലും ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. എങ്ങനെ വന്നെന്ന് എനിക്കറിയാൻ വയ്യ. അരുവിപ്പുറത്താണ് ആദ്യം തുടങ്ങിയത്. ആദ്യത്തെ പ്രതിഷ്ഠയും അവിടെയാണ്. 1988 അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തിനാണ് ആദ്യമായി ഗുരുദേവ പ്രഭാഷണം ചെയ്യുന്നത്. 16 വയസ്സ് മുതൽ ഞാൻ പഠിക്കുന്നു. ആദ്യത്തെ പ്രസംഗം അരുവിപ്പുറത്ത് തന്നെ. അവിടെയാണ് ആദ്യം ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്. അവിടെ മുതൽ എവിടെല്ലാം പ്രതിഷ്ഠിച്ചോ
അങ്ങ് കർണാടകത്തിലെ കുദ്രോളി മുതൽ കോയമ്പത്തൂർ മുതൽ രാമേശ്വരം മുതൽ എവിടൊക്കെ പ്രതിഷ്ഠിച്ചു ആ ക്ഷേത്രങ്ങളിലെല്ലാം ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കണ്ണങ്കോടാണ് പ്രസംഗം എന്ന് പറയും. കുന്നിക്കോട് ഒരു കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു, ഗുരുദേവൻ വേല് പ്രതിഷ്ഠിച്ച ക്ഷേത്രം അവിടെയാണ്. ഞാൻ പറഞ്ഞില്ല, ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിട്ടില്ല, ഗുരുദേവൻ്റെ ശിഷ്യനാണ് പ്രതിഷ്ഠിച്ചത്. ഗുരുദേവനല്ല വേലിവിടെ പ്രതിഷ്ഠിച്ചത്, ഗുരുദേവൻ്റെ ശിഷ്യനാണ്. ഗുരുദേവൻ പ്രതിഷ്ഠിച്ച എല്ലാ സ്ഥലവും എനിക്കറിയാം. അവിടെ എല്ലാം ഞാൻ കളമങ്കോട്, കണ്ണാടി മുതൽ ചെമ്പ് പ്രതിഷ്ഠിച്ചത് മുതൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. ആ ക്ഷേത്ര സങ്കേതങ്ങളിൽ എല്ലാം പോകുമ്പോൾ ഗുരുദേവൻ ഉദ്ദേശിച്ചത് ഈ പ്രതിഷ്ഠയിലൂടെ അറിവിലേക്ക് നയിക്കലാണ്. ആദ്യത്തെ പ്രതിഷ്ഠന് തീണ്ടലിനും തൊടിയിലിനും ജാതി അടിയളന്ന് മനുഷ്യത്വം തീരുമാനിച്ച് എതിരെയുള്ള ശക്തമായ പോരാട്ടമായിരുന്നു അരിപ്പുറത്തെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയ്ക്ക് കൊടുങ്കാറ്റിൻ്റെ പ്രചണ്ഡത ഉണ്ടായിരുന്നു. പക്ഷേ നിതാന്ത സംയമനവും. ഇങ്ങനൊന്നും ചെയ്യാൻ മഹാഗുരുവിനില്ലാതെ ഈ ലോകത്താർക്കും പറ്റില്ല. ആചാരങ്ങളെ തകർക്കാൻ കഴിയുമോ? വി ക്യാൻ സ്മാഷ് ആൻ ആറ്റം, ബട്ട് വി കാൺ സ്മാഷ് പ്രജുഡിസ്. ആറ്റം നമുക്ക് തകർക്കാം, ആചാരം തകർക്കാൻ പറ്റില്ല. ഇന്ന് ഞായറാഴ്ചയാ. ക്രിസ്തീയ സഹോദരങ്ങളുടെ ഏതെങ്കിലും പള്ളിയിൽ ഒരു കന്യാസ്ത്രീ കയറി കുർബാന നടത്താൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. അത് ആചാരമാണ്, അച്ഛനെ നടത്താവൂ. കുർബാന നടത്തിയാൽ കുമ്പസാരിക്കാനും കൂടി ഇരിക്കേണ്ടി വരും. കന്യാസ്ത്രീകളോട് കുമ്പസാരത്തിൽ വന്ന രഹസ്യങ്ങളെല്ലാം പറയേണ്ടി വരും, സകല രഹസ്യങ്ങളും പറയേണ്ടി വരും. കന്യാ സ്ത്രീയാണ്, പുരുഷനല്ല. ഈ രഹസ്യം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നേരം വെളുക്കുന്നതിന് മുമ്പ് എല്ലാവരും അറിയും. അതുകൊണ്ട് ചുമ്മാ വെറുതെ തമാശ പറഞ്ഞതാണ്. അതുകൊണ്ട് സ്ത്രീയുടെ മനസ്സിൽ രഹസ്യം ഇരിക്കില്ല. കാരണം എന്താ? അത് നിങ്ങളുടെ കുഴപ്പമല്ല, ധർമ്മപുത്രർ യുധിഷ്ഠിരൻ്റെ ശാപമാണത്. ഇപ്പോഴാ ഒരു സമാധാനം അതില്ലയോ? കേട്ടത് 4 പേരോട് പറയാതെ ഒരു സമാധാനവും വരത്തില്ല. അതിൻ്റെ കാരണം യുധിഷ്ഠിരൻ്റെ ശാപമാണെന്നാണ്. കുരുക്ഷേത്രത്തിൽ വെച്ച് ധർമ്മപുത്രർ ശപിച്ചതാണ്, ഒരു പെണ്ണിൻ്റെ മനസ്സിൽ രഹസ്യം ഇരിക്കാതെ പോട്ടെ. എൻ്റെ കാരണം യുദ്ധമെല്ലാം കഴിഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി, മരണപ്പെട്ടവർ ആത്മാക്കൾക്ക് വേണ്ടി തർപ്പണക്രിയകൾ, ശ്രാദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനും പാണ്ഡവരും ചേർന്ന്. ബാക്കി എല്ലാവരും പോയല്ലോ. പാണ്ഡവരും ഭഗവാനുമായി ശ്രാദ്ധക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ശേഷക്രിയകൾ നടക്കുന്ന സമയത്താണ് കുന്തി പറയുന്നത്, കർണനുകൂടെ നിങ്ങൾ ശേഷക്രിയ നടത്തണം. അപ്പോഴാണ് യുധിഷ്ഠിരൻ ചോദിക്കുന്നു, അർജുനൻ ചോദിക്കുന്നു, കർണൻ നമ്മുടെ ശത്രുവായിരുന്നല്ലോ, ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ശത്രുവാണ് കർണൻ, ആ കർണന് വേണ്ടി എന്തിനാണ് ശേഷക്രിയ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കുന്തി പറയുന്നത്, മക്കളെ, കർണൻ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. അപ്പോൾ പാണ്ഡവർ ഭഗവാൻ ഇതെല്ലാം അറിയാം, അതുകൊണ്ട് മിണ്ടാതെ നിന്നു. പാണ്ഡവർ 5 പേരും കിലുകിലാ വിറച്ചുപോയി. അപ്പോഴാണ് ധർമ്മപുത്രർ പറയുന്നത്, യുധിഷ്ഠിരൻ പറയുന്നത്, അത് ഞങ്ങളുടെ സഹോദരനായിരുന്നു, പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര നിഷ്ഠുരമായി കർണനെ ഞങ്ങൾ വധിക്കുമായിരുന്നില്ല. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ് യുധിഷ്ഠിരൻ ശപിച്ചത്. ഒരു പെണ്ണിൻ്റെ രഹസ്യം സൂക്ഷിച്ചതുകൊണ്ട്, അമ്മ രഹസ്യം സൂക്ഷിച്ചതുകൊണ്ടാണ് സഹോദരനെ കൊല്ലേണ്ടി വന്നത്. അതുകൊണ്ട് ഇനി ഒരു കാലത്തും ഒരു പെണ്ണിൻ്റെ മനസ്സിലും രഹസ്യം ഇരിക്കാതെ പോട്ടെ. അതാണ് ഈ സംഭവം. അതാണ് കേട്ട 4 പേരോട് പറയാതൊരു പരിപാടിയില്ല. തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടല്ലോ, തൊഴിലുറപ്പ് പദ്ധതി. തൂമ്പാ കൊണ്ട് 4 മാന്ത് എന്നിട്ട് വട്ടം കൂടി ഇരുന്ന് പറച്ചിൽ. അയ്യോ, എന്തുവായി പറയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങ് പറച്ചില്ല. കുടുംബരഹസ്യം മാത്രം വെളിയിൽ പറയരുത് കേട്ടോ, അത് നമ്മളെ തിരിച്ചടിക്കും. അതുകൊണ്ട് കന്യാസ്ത്രീക്ക് കുർബാനയും കുമ്പസാരവും ഇല്ല, അത് ആചാരമാണ്. ആര് വിചാരിച്ചാലും അത് ലംഘിക്കാൻ പറ്റില്ല. വെള്ളിയാഴ്ച ദിവസം മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണ്, മുസ്ലിയാരാണ്. ഒരു പെണ്ണ് കയറി ഞാനിന്ന് ജുമാസ്കരിക്കാമെന്ന് പറയാൻ അനുവദിക്കോ? ഇല്ല, അത് ആചാരമാണ്. ആചാരം തകർക്കാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സുപ്രീം കോടതി വിധിച്ചിട്ടൊരു ആചാരം തകർക്കാൻ പറ്റിയോ? ഏതാചാരമെന്ന് മനസ്സിലായോ? സ്വാമിയേ ശരണമയ്യപ്പ, ശബരിമലയിൽ യുവതികൾ കയറിക്കോ എന്ന് സുപ്രീം കോടതി. കയറിയോ? പറ്റിയോ? അത് ആചാരമാണ്. നമ്മുടെ പ്രത്യക്ഷമായി നമ്മൾ നേരിൽ കണ്ട ആചാരമാണെങ്കിൽ സഹസ്രാബ്ദങ്ങളായി പ്രതിഷ്ഠിക്കാനുള്ള അവകാശം പൂണൂൽ ധരിച്ചവർക്ക് മാത്രമാണെന്നുള്ള ആചാരം എത്ര ലാഘവമായി മഹാഗുരു ലംഘിച്ചു കളഞ്ഞു. ഒരു 144 പ്രഖ്യാപിച്ചില്ല, ഒരു ലാത്തി ചാർജ് നടന്നില്ല, ഒരു തുള്ളി ചോര ചിന്തിയില്ല, ശിരസുകൾ ഉരുണ്ടില്ല.
അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി ഗുരുദേവൻ. പിന്നെ അതിൻ്റെ തുടർന്നുള്ള അവസ്ഥകളെല്ലാം നിങ്ങൾ പല പ്രസംഗത്തിലും പുസ്തകത്തിലും ഒക്കെ കണ്ടതാണ്. ഞാനത് വർണ്ണിക്കാൻ പോകുന്നില്ല. കണ്ടോ, ആചാര ലംഘനം നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? തീണ്ടലും തൊടിയിലും അയിത്തവും ഇല്ലാതാക്കാൻ, മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ. എന്നിട്ടാണ് ലോകചരിത്രത്തിൽ ആദ്യമായി സർവമതവിശ്വാസികൾക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം. അത് അരുവിപ്പുറം ക്ഷേത്രമാണ്. ക്ഷേത്രമല്ല, സ്ഥാനമാണ്. ഇതര മതസ്ഥർക്ക്, ജാതി മതഭേദമില്ലാതെ ഇതര മതസ്ഥർക്ക് ഒന്നിച്ചു കൂടാൻ പറ്റിയ മറ്റേതെങ്കിലും ആരാധനാലയം ലോകത്ത് എവിടെങ്കിലും ഉണ്ടോ? എൻ്റെ അന്വേഷണം ചെന്ന് നിർത്തിയത് ഇപ്പം ഇസ്രയേലും ഹമാസും ഒക്കെ കൂടെ തമ്മിലടിക്കുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ മുസ്ലിങ്ങൾക്കും പോകാം, ജൂതനും പോകാം, ക്രിസ്ത്യാനിക്കും പോകാം. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. എന്നാൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ തീരുമാനിച്ചു. യുദ്ധമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനത് കാണാൻ പോയപ്പോൾ സംഗതി റെഡിയാണ്. മുസ്ലിമിനും ജൂതനും ക്രിസ്ത്യാനിക്കും സന്ദർശിക്കാം. പക്ഷേ ഒറ്റ പ്രശ്നം, ഇവർ തമ്മിൽ കാണാതിരിക്കാൻ പൂജപ്പുര സെൻട്രൽ ജയിലിനേക്കാൾ ഉയരത്തിൽ മതിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ജൂതനും ക്രിസ്ത്യാനും മുസ്ലിം തമ്മിൽ കാണരുത്, അത്ര ഉയരത്തിൽ മതിലാണ്. അരുവിപ്പുറത്ത് മതിലുണ്ടോ? ഉണ്ടോ? വേലിയുണ്ടോ? തടസ്സങ്ങളുണ്ടോ? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത്. തൃക്കരം കൊണ്ട് എഴുതി വെച്ചത് 67 കൃതികൾ ഗുരുദേവൻ്റേത് ഉണ്ട്. അതിൽ 4 കൃതികൾ ഗുരുദേവൻ എഴുതിയതല്ല, ശേഷം ശിഷ്യന്മാരെഴുതിയാണെന്നൊരു തർക്കമുണ്ട്. എനിക്കൊരു തർക്കവും ഇല്ല. കാരണം ശിഷ്യന്മാർ എഴുതിയാണെങ്കിലും ഗുരുദേവൻ്റെ കൃതി തന്നെ. കാരണം ഗുരുദേവൻ പറഞ്ഞു കൊടുക്കാതെ ശിഷ്യൻ എഴുതാൻ പറ്റുമോ? ആ കൃതികളെല്ലാം തന്നെ, ഗുരുദേവ കൃതികളെല്ലാം തന്നെ ഗുരുദേവൻ പറഞ്ഞുകൊടുത്ത് സ്വാമി സത്യവ്രതനോ സ്വാമി ബോധാനന്ദയോ ആണ് എഴുതിയത്. ദൈവദശകമായാലും ചിജ്ജടചിന്തനമായാലും ആത്മോപദേശതകമായാലും എല്ലാം ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത് ഈ ശിഷ്യന്മാരെഴുതിയതാണ്. പക്ഷേ 2 കാര്യങ്ങൾ ഗുരുദേവൻ കൈകൊണ്ടെഴുതി. അതിലൊന്നാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥ. ഗുരുദേവൻ കൈകൊണ്ടെഴുതിയതാണ്. പിന്നെ ഗുരുദേവൻ കൈകൊണ്ടെഴുതി ആലുവ അദ്വൈതാശ്രമത്തിൽ എഴുതി വെച്ച ബോർഡാണ്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും ആണ്. അത് കൈകൊണ്ടെഴുതുക. ആ ഒരു ദർശനത്തിൽ വെച്ചിരിക്കുന്ന കൈയടക്കം ഒന്ന് ചിന്തിച്ച് നോക്ക്. അതുകൊണ്ട് അത് കൈകൊണ്ടെഴുതുക. അതിനകത്ത് ഗുരുദേവൻ വെച്ചിരിക്കുന്ന ദർശനത്തിനൊരു ഉള്ളടക്കം ഒന്ന് ചിന്തിച്ച് നോക്കി. ജാതിഭേദം ഒന്നാമതെഴുതി. അത് ഞാൻ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. ഈ ശ്ലോകം വ്യാഖ്യാനിച്ചാൽ ഈ വ്യാഖ്യാനത്തിൽ മാത്രം നിൽക്കും. അതിൻ്റെ മർമ്മമായ 2 ഭാഗങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഞാൻ ടേൺ ഓവർ ചെയ്യാം. ജാതിഭേദം, മതദ്വേഷം രണ്ടാമതാ പറഞ്ഞ. ജാതിഭേദമാണ് ആദ്യം തകരേണ്ടത്. കാരണം ജാതിക്കകത്ത ജാതി, അതാണ് ജാതിഭേദം. മതങ്ങൾ തമ്മിൽ ഒരു ദ്വേഷവുമില്ല, അതിൻ്റെ അനുയായികൾ തമ്മിൽ ഉണ്ടാക്കിയ പോരല്ലാതെ മതങ്ങൾ തമ്മിൽ ഒരു ദ്വേഷവുമില്ല. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന. ഈ വരിയുടെ അർത്ഥം എന്താ? സോദരത്വേന വാഴുന്ന. പഠന ക്ലാസ്സാണ്, അതുകൊണ്ട് ചോദ്യം ഉത്തരം പറഞ്ഞെങ്കിലേ അതിനൊരു സുഖം വരൂ. അതുമല്ല, ഞാൻ ചോദിക്കാൻ പഠിച്ചു പോയത് നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിലൂടെയാണ്. 4 സീസൺ കഴിഞ്ഞല്ലോ ഏഷ്യാനെറ്റിലെ സുരേഷ് ഗോപി അവതരിപ്പിച്ച നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. ഇപ്പോൾ പരിപാടി നിന്നുപോയി, അദ്ദേഹം വേറെ പോയി. ഇതിൻ്റെ പ്രധാന സംവിധായകനായിരുന്ന നമ്മുടെ മേലിലായിലെ ശ്രീകണ്ഠൻ നായർ വേറെ ചാനലും കൊണ്ടുപോയി. അപ്പോൾ ഇപ്പോൾ അത് നിന്നുപോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പറയാം, ഈ നിങ്ങൾക്കുമാകാം കോടീശ്വരനിൽ ചോദ്യം ഉണ്ടാക്കിയിരുന്നത് 12 പേര് ചേർന്ന ഒരു പാനലാണ്. അതിൽ ഒരു കാലം ഞാനായിരുന്നു. ചോദ്യമേ ഏത് ചോദ്യമാണ് വരുന്നതെന്ന് നമുക്കറിയത്തില്ല. സ്ക്രീനിൽ കാണും അറിയാം നമ്മളെടുത്ത ചോദ്യമാണെന്നറിയാം. അതാണ് ചോദ്യം ഉത്തരം. അങ്ങനെയാണ് പഠിച്ചത്. ആ ചോദ്യം കണ്ടപ്പോഴിങ്ങനെ സസ്പെൻസിലായി. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്തും മറക്കില്ല, ഒരു കാലത്തും. അതിലൊരു ചോദ്യമാണ് കോഴിക്കോടുകാരനായ പ്രൊഫസർ വേലായുധൻ ഔട്ടായൊരു ചോദ്യം എൻ്റെ ചോദ്യമായിരുന്നു. ഒത്തിരി ചോദ്യങ്ങളുണ്ട്, ഓർമ്മിക്കുന്ന ഇതായതുകൊണ്ട് പറയാം. കാരണം നമ്മൾ മറക്കില്ല എന്നുള്ളതിന് ഉദാഹരണം പറയാം. പ്രൊഫസർ വേലായുധൻ സാർ വന്നിരുന്നു, 10 ലക്ഷം രൂപ വരെ കിട്ടി. അടുത്ത ചോദ്യം 20 ലക്ഷത്തിൻ്റെ എങ്ങാണ്ട ചോദ്യമാണ്. സുരേഷ് ഗോപി ചോദിച്ചു,
ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയ പുരാണം ഏത്? അത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ കത്തി ഞാൻ കൊടുത്ത ചോദ്യം അത്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയ ഭാരതീയ പുരാണം ഏത്? ഓപ്ഷൻ കൊടുത്തു: ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, മഹാഭാരതം. വേലായുധൻ സാർ കുറേ ചിന്തിച്ചിട്ട് പറഞ്ഞു ഭഗവത്ഗീതയാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത്. സുരേഷ് ഗോപിയുടെ കമൻറ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മിക്കവാറും ഉത്തരം അതിനകത്ത് കാണും. എപ്പോഴും കണ്ടില്ലെങ്കിലും മിക്കവാറും കാണും. സാർ, പ്രവിശാലമായി മഹാഭാരതത്തിൽ ഭഗവത്ഗീത തന്നെയാണോ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയെന്ന് ചോദിച്ചു. വേലായുധൻ സാർ അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നു, ഔട്ടായി. മഹാഭാരതമാണ് ആ കമൻറ്റിനകത്തുണ്ടായിരുന്നു. മഹാഭാരതമാണ് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയത്. അതിൻ്റെ കാരണം 1,24,000 ശ്ലോകങ്ങളുള്ള ലോകത്തിലെ ഏക കൃതി മഹാഭാരതമാകുന്നു. ഇനി നിങ്ങളിത് മറക്കുമോ? ഇത് നിങ്ങൾ മറക്കുമോ? ഇല്ല. ഒറ്റയടിക്ക് ഞാൻ പ്രസംഗിച്ചു പോയതിനെ ചിലപ്പം മറന്നേനും. ചോദ്യം ഉത്തരം അവതരിപ്പിച്ചതുകൊണ്ട് മറക്കത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. സോദരത്വേന വാഴുന്ന എന്ന വരിയുടെ അർത്ഥം എന്താണ്? മടിക്കാതെ പറ. പേടിയുണ്ടോ പറയാൻ? തെറ്റട്ട പറ. സോദരത്വേന വാഴുന്ന എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന, അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ പറഞ്ഞത്? സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന, അല്ലേ? കേരളത്തിൽ എവിടെ ഞാൻ ചോദിച്ചാലും ഈ ഉത്തരമേ കിട്ടും. അങ്ങ് കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള മലയാളക്കരയിലെന്നല്ല, ലോകത്തിൻ്റെ ഏതെല്ലാം രാജ്യങ്ങളിൽ മലയാളികളുണ്ടോ, എത്രയോ രാജ്യങ്ങൾ, എത്രയോ സംസ്ഥാനങ്ങൾ ഇങ്ങനെ പറന്നു നടക്കാൻ. ഏതു രാജ്യത്തെന്ന് ചോദിച്ചാലും മലയാളികളുടെ വേദിയിൽ ഞാൻ ചോദിച്ചാൽ ഈ ഉത്തരമേ കിട്ടൂ. SNDP-കാരല്ല, മലയാളികളുടെ വേദിയിൽ ചോദിച്ചാൽ ഈ ഉത്തരമേ കിട്ടൂ. സോദരത്വേന വാഴുന്ന, സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന. അവിടെയാണ് ഗുരുവിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഗുരു എഴുതിയ മലയാള കാവ്യങ്ങളിലെല്ലാം സംസ്കൃതത്തിൻ്റെ നിബന്ധനകളുണ്ട്. നമ്മളറിയാത്ത സംസ്കൃത ഭാഷയുടെ കെട്ടുകളിട്ടാണ് സകല കാവ്യങ്ങളും രചിച്ചിരിക്കുന്നത്. അറിയുമോ? മലയാളത്തിൽ ഒരു കവികളും കൈവയ്ക്കാൻ ധൈര്യം കാണിക്കാത്ത സംസ്കൃതത്തിലെ 2 വൃത്തങ്ങളിൽ ഗുരുദേവൻ കവിത എഴുതിയിട്ടുണ്ട്.